നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇന്നും പരിതപിക്കുന്നത് ദിയ കൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷിനെ ഓർത്താണ്. ഭാര്യയുടെ വീട്ടിൽ ഇങ്ങനെ യാതൊരു പരിഗണനയും ലഭിക്കാതെ അശ്വിന് എത്ര കാലം തുടരാൻ പറ്റുമെന്നാണ് നെറ്റിസൺസിന്റെ ചോദ്യം മുഴുവൻ. അതേസമയം അശ്വിന്റെ ഉത്തരത്തിൽ ട്രോളുകൾ ചെയ്യുന്നതിനെ അംഗീകരിക്കാൻ ആകാത്തതും ആയിട്ടുള്ള പ്രേക്ഷകരും ഇപ്പോഴുണ്ട്. പക്ഷേ അശ്വിൻ നേരിടുന്ന അപമാനവും അവഗണനയും യാഥാർത്ഥ്യമാണെന്നാണ് ഇവർ പോലും പറയുന്നത്. തന്റെ മകന്റെ 1ാം പിറന്നാൾ മാതാപിതാക്കൾ ഒപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും. പ്രത്യേകിച്ചും ഭാര്യയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും തിങ്ങി നിറഞ്ഞ പിറന്നാൾ ആഘോഷ ചടങ്ങിൽ. എന്നാൽ അശ്വിന് ആ അവസരം ലഭിച്ചില്ല. ഇനി ഒരു പക്ഷേ തന്റെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തി അശ്വിൻ മറ്റൊരു പിറന്നാൾ ആഘോഷം നടത്തുമോ എന്നതിലും വ്യക്തതയില്ല. അശ്വിനെ ഇനി കെ കുടുംബത്തിലെ അവഗണനകൾ ഓരോന്നായി തിരിച്ചറിയാൻ പോകുന്ന നാളുകളാണ് മുന്നിലെന്നാണ് റെഡിറ്റിലെ അഭിപ്രായങ്ങൾ കുറേയും വരുന്നത്. വൈകാതെ അഹാന കൃഷ്ണയുടെ വിവാഹമുണ്ടാകും. പ്രമുഖ സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവിയാണ് വരനെന്നാണ് റിപ്പോർട്ടുകൾ മുഴുവൻ. ഈ മരുമകന് കെ കുടുംബത്തിൽ ലഭിക്കുന്ന പരിഗണനയും അശ്വിന് ലഭിക്കുന്ന പരിഗണനയും തമ്മിൽ താരതമ്യം ചെയ്യപ്പെടുന്നത് എന്നത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ നിമിഷും ഇഷാനിയുടെ സുഹൃത്തായ അർജുനും ലഭിക്കുന്ന പരിഗണന അശ്വിന് ലഭിക്കുന്നില്ലെന്ന അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പിറന്നാൾ ആശംസ പോലും ഇവർ അശ്വിന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കാറില്ല. കുഞ്ഞിനൊപ്പമുള്ള അശ്വിന്റെ പോസ്റ്റുകളൊന്നും തന്നെ ഇവർ റീഷെയറും ചെയ്യാറില്ല. അശ്വിൻ തിരിച്ചും ഇങ്ങനെ തന്നെയാണെന്ന വശവും ഉണ്ട്. റെഡിറ്റിൽ ഇതേക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ കെ കുടുംബത്തിൽ തനിക്കുള്ള സ്ഥാനം എത്രത്തോളം ചെറുതാണെന്ന് അശ്വിൻ തിരിച്ചറിഞ്ഞേക്കും. ഇത് ദിയയുടെ വിവാഹബന്ധത്തെ പോലും ബാധിക്കാൻ ഇടയുണ്ടെന്നുമാണ് വാദങ്ങൾ വരുന്നത്. പ്രണയത്തിലായ സമയത്ത് ദിയയിൽ അശ്വിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാവരെയും തുല്യരായി കാണുന്ന സ്വഭാവമായിരുന്നു. പണക്കാരിയായിരുന്ന അഹംഭാവത്തോടെ ദിയ കൂട്ടുകാരോടോ അശ്വിനോടോ പെരുമാറിയിട്ടില്ല. അശ്വിനു വേണ്ടി എല്ലാ സുഖസൗകര്യങ്ങളും ദിയ നൽകിയിട്ടുമുണ്ട്. ആദ്യമായി താനൊരു ബ്രാൻഡഡ് ഷർട്ട് ഇടുന്നത് പോലും ദിയ വാങ്ങിച്ചു തന്നിട്ടാണെന്ന് അശ്വിൻ വിവാഹത്തിന് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. വിദേശയാത്രകളും 5 സ്റ്റാർ ഹോട്ടലുകളിലെ താമസവുമെല്ലാം അശ്വിന് പുതിയ കാര്യമായിരുന്നു. എന്നാൽ അന്ന് ഇവർ പ്രണയിതാക്കളായിരുന്നു. ഇന്ന് ദിയയുടെ മാതാപിതാക്കളുമായി അടുത്ത് ഇടപഴകേണ്ട വിവാഹ ജീവിതം നയിക്കുന്ന ആളാണ് അശ്വിൻ. മിക്കപ്പോഴും ദിയയുടെ വീട്ടിൽ തന്നെയാണ്. മുമ്പുണ്ടായ ചിക്കൻ കറി വിഷയം ഉൾപ്പെടെ റിവ്യൂവേഴ്സ് കണ്ടിട്ടുള്ളതാണ്. തങ്ങളെല്ലാവരും ഔപചാരികതകളില്ലാതെ പെരുമാറുന്നവരാണെന്ന കെ കുടുംബത്തിന്റെ വാദത്തിന് എത്ര നാൾ ആയുസുണ്ടാകുമെന്ന് കണ്ടറിയാം. വൈകാതെ കെ കുടുംബത്തിലേക്ക് പുതിയ മരുമകനെത്തും. നിമിഷ് രവി കോടികൾ പ്രതിഫലം വാങ്ങുന്ന സിനിമാറ്റോഗ്രാഫറാണ്. ഈ വ്യത്യാസം മരുമക്കളോടുള്ള സമീപനത്തിൽ സിന്ധു കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും കാണിച്ചാൽ അത് വലിയ ചർച്ചയാകും. ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ദിയ അശ്വിൻ ബന്ധം വിലയിരുത്തപ്പെടുമ്പോൾ പല റെഡ് ഫ്ലാഗ് ഘടകങ്ങളും ദിയയ്ക്കും കുടുംബത്തിനും ഉണ്ടെന്ന് റെഡിറ്റ് യൂണിവേഴ്സ് വാദിക്കുന്നുണ്ട്. ഇതിനിടെയായിരുന്നു ദിയ കൃഷ്ണയുടെ കുഞ്ഞിന്റെ 1ാം പിറന്നാൾ. പിറന്നാൾ ആഘോഷം കണ്ട് പലരും അമ്പരന്നിരിക്കുകയാണ് ഇപ്പോൾ. കുഞ്ഞിന് ജന്മം നൽകിയ അശ്വിൻ ഗണേഷിന് ഒരു റോളുമില്ല അവിടെ. അച്ഛന്റെ റോള് മുത്തശ്ശനായ കൃഷ്ണകുമാർ ഏറ്റെടുത്തതുപോലെ ആയിരുന്നു. കുഞ്ഞിനെ കയ്യിലെടുത്ത് കൃഷ്ണകുമാറാണ് മുഴുവൻ സമയവും നിന്നിരുന്നത്. കേക്ക് മുറിക്കുമ്പോഴും ആഘോഷങ്ങൾക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അശ്വിൻ നോക്കുകുത്തിയാകുന്ന അഭിപ്രായങ്ങളും വന്നിരുന്നു. ഇതിനിടെ അശ്വിന്റെ വീട്ടുകാരുടെ അഭാവവും ചർച്ചയായി മാറിയിരുന്നു. പേരക്കുട്ടിയുടെ 1ാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവർക്കും ആഗ്രഹമുണ്ടാകില്ലേ എന്നും പണക്കാരല്ലാത്തത് കൊണ്ടാണോ അവരെ വിളിക്കാതിരുന്നതെന്നും ചോദ്യങ്ങൾ വന്നിരുന്നു. സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയുടെ വീട്ടുകാരെയും ഇങ്ങനെ അവഗണിക്കുന്നതിൽ അശ്വിന് പ്രശ്നമൊന്നും ഇല്ലേ എന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അശ്വിന് ദിയെ എല്ലാവിധ സൗകര്യങ്ങളും ലക്ഷറി ജീവിതവും നൽകുന്നുണ്ട്. ഇതിൽ ഭ്രമിച്ച അശ്വിൻ തന്റെ മാതാപിതാക്കൾക്ക് നേരിടുന്ന ഈ അപമാനം അവഗണനയും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ചോദ്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ കെ കുടുംബത്തിന്റെ ഇമേജ് തകർന്നടയുമ്പോൾ ആരാധകർക്ക് വിഷമമാണെങ്കിലും വിമർശകർക്ക് ഇതൊരു ഉത്സവമാണ്. കാലങ്ങളായി ഈ കുടുംബത്തിന്റെ മുഖം വ്ലോഗുകളിൽ കാണുന്നത് പോലെയല്ലെന്ന് ഏറെക്കാലമായി വാദിക്കുന്നവർ വിമർശിക്കുന്നവരും ഏറെയായിരുന്നു. ഇന്നിപ്പോൾ ഈ വാദം ശരിയാണല്ലോ എന്ന് ആരാധകർക്ക് പോലും തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളാണ്. ഇതിനൊക്കെ തനിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ എന്തു പറഞ്ഞും താഴ്ത്തിക്കെട്ടുവാൻ അഹാന കൃഷ്ണയും സിന്ധു കൃഷ്ണയും മടിക്കില്ല എന്ന പ്രതീതി വന്നു കഴിഞ്ഞു. കസിൻ തന്മയെക്കുറിച്ച് വളരെ മോശമായാണ് അഹാന സംസാരിച്ചത്. അതും തന്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോമയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. അമ്മൂമ്മയും അഹാനയും തമ്മിലുള്ള വാക്കും പലപ്പോഴും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ ദിയ കൃഷ്ണയുടെ മകന്റെ പിറന്നാൾ ആഘോഷ ചടങ്ങിൽ അപ്പച്ചിയെ അഹാന കൃഷ്ണയും സിന്ധു കൃഷ്ണയും മാറ്റി നിർത്തിയതും വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കുഞ്ഞിനെ തൊടാൻ അപ്പച്ചി ശ്രമിക്കവേ ഇഷാനി കൃഷ്ണ ഇത് തടയുന്നതും വ്ലോഗിൽ കാണാനാകുന്നതാണ്. സിന്ധു കൃഷ്ണയുടെ 4 മക്കളെയും ജനിച്ചപ്പോൾ മുതൽ നോക്കി വളർത്തുന്നത് ഇവരും ബന്ധുവുമായ അപ്പച്ചിയാണ്. എന്നിട്ട്
എന്നിട്ടും ഇവരോട് കാണിക്കുന്ന അവഗണന വ്യൂവേഴ്സിനെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പച്ചിയെ പോലെയല്ല ഇവരുടെ അമ്മൂമ്മ. നിലാരംഭയോ മക്കളുടെ ആശ്രിതത്തിൽ മാത്രം കഴിയേണ്ട ആവശ്യമോ ഇവർക്കില്ല. ധനികയാണ് അഹാനയുടെ അമ്മൂമ്മ വസന്ത. ഭർത്താവിനൊപ്പം ഏറെക്കാലം ഇവർ ഗൾഫിലായിരുന്നു. പിന്നീട് ചെന്നൈയിൽ നിന്നു. സിന്ധുവിനും സഹോദരിക്കും എല്ലാവിധ സുഖ സൗകര്യങ്ങളും നൽകി ഇവർ വളർത്തിയിട്ടുണ്ട്. ഭർത്താവിന്റെ സ്വത്തുക്കളുടെ അവകാശിയാണ് വസന്ത ഇപ്പോൾ. ഇവർക്ക് മക്കളും പേരക്കുട്ടികളും മുന്നിൽ എല്ലാം അനുസരിച്ച് നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. വസന്ത വളരെ മോശമായി സംസാരിച്ചത് കൊണ്ടാണ് അകലം പാലിക്കുന്നതെന്നാണ് സിന്ധു കൃഷ്ണയും അഹാനയും പറഞ്ഞിരുന്നത്. എന്നാൽ ഒരുപാട് സ്നേഹം നൽകി കുഞ്ഞായിരുന്നപ്പോൾ മുതൽ തൊട്ട് വളർത്തിയ അപ്പച്ചിക്കുണ്ടായ അപമാനവും അവഗണനയും ഇന്ന് ജനം കണ്ടിരിക്കുകയാണ്. അതോടെ ഏറെക്കുറെ ഈ വാദം പൊളിഞ്ഞു കഴിഞ്ഞു. അഹാനയും സിന്ധു കൃഷ്ണയ്ക്കുമാണ് അപ്പച്ചിയോട് മാറി നിൽക്കുവാൻ പറയുന്നത്. ഇവർ രണ്ടുപേരുമാണ് KK കുടുംബത്തിന്റെ ഇമേജ് പാടെ ഇല്ലാതാക്കുന്നത് എന്നാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്.